ഫാമിലി ദേവികയുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കഥയുടെ അഭിപ്രായം കമന്റ് ആയിട്ടും താഴെ എന്തായാലും പറയണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമന്റ്സും ഞാൻ വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ഇടണം. നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. മെമ്പേഴ്സ് ഉള്ളിക്ക് കിട്ടാൻ പോകുന്നത് ടെലിഗ്രാമിൽ നല്ല കിടിലൻ കഥകളാണ്. അത് സ്പെഷ്യൽ ഓഫറാണ്, ഒരിക്കലും വിട്ടുകളയരുത്. ദേവുവിനെ കാണാനുള്ള അവസരം കൂടെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ദേവുവിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളെല്ലാരും ഉള്ളതാണ് എന്റെ ധൈര്യം കേട്ടോ. അപ്പോ ഇന്നത്തെ കഥ തുടങ്ങിയാലോ? മൊബൈല് ശബ്ദിക്കുന്നത് കേട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കി. പരിചയമില്ലാത്ത നമ്പർ. ഞാൻ ഫോൺ എടുത്തു. ഹലോ ഹലോ, ജാൻസി അല്ലേ? അതെ, ഇത് ലിൻസി പഠിക്കുന്ന കോളേജിൽ നിന്നാ. ആ പറയൂ മാഡം. വിളിച്ചതൊരു സ്ത്രീയാണ്. അവർ എന്നോട് എത്രയും വേഗം കോളേജിൽ വരാൻ പറഞ്ഞു. അത്യാവശ്യമാണെന്ന്. ഞാൻ ഭയന്നുപോയി. എന്താ പ്രശ്നം? മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, അപകടമൊന്നുമില്ല. അത് കേട്ടപ്പോ എനിക്ക് ആശ്വാസായി. അവർ കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കൊക്കെ നാണക്കേടായി. വേറെ ഒന്നുമല്ല, എന്റെ മോൾ ലിൻസിയെയും വേറൊരു പെൺകുട്ടിയെയും ഒരു സാഹചര്യത്തിൽ ആ സിസ്റ്റർ കണ്ടുവെന്ന്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ. മോള് പഠിക്കുന്നത് മാനേജ്മെന്റ് കോളേജിലാ. അതും കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്ഥാപനം. ഞാനിത് ആരോട് പറയും? ആകെ ഒരു അങ്കലാപ്പ്. ഒരു ആൺകുട്ടിയായിരുന്നില്ല ഇത്രയും നാണക്കേടില്ല. ഞാൻ ഓർത്തു. പെട്ടെന്ന് ഞാൻ പപ്പയെ വിളിച്ച് കാര്യം പറഞ്ഞു. പപ്പ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായി അച്ഛൻ. എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ ജാൻസി. സ്വന്തമായിട്ട് തയ്യലാ. ഒരുപാട് തയ്യല് കിട്ടുന്നുണ്ട്. ഞാനും ഭർത്താവുമായി വേർപിരിഞ്ഞാ കഴിയുന്നേ. എനിക്ക് 2 മക്കൾ. മൂത്ത മോൾ ലിൻസി, അവളാണ് കോളേജിൽ പഠിക്കുന്നത്. ഇളയ മോൻ ലിബിൻ, അവനിപ്പോ 10ാം ക്ലാസ്സിൽ. 3 വർഷമായി ഭർത്താവുമായി വേർപിരിഞ്ഞ നിൽക്കുന്നേ. അയാൾക്ക് എന്നെ ഭയങ്കര സംശയമായിരുന്നു. ഞാൻ നന്നായി കാണാൻ കൊള്ളാവുന്നൊരു സുന്ദരി പെണ്ണ. ഇപ്പൊ എനിക്ക് 41 വയസ്സ്. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഒരു സുന്ദരി. ഞങ്ങൾ പ്രണയിച്ചാ കല്യാണം കഴിച്ചത്. അന്ന് ചേട്ടന് കുഴപ്പമില്ലായിരുന്നു. പോകെ പോകെ എന്റെ അടുത്ത് സംശയരോഗം തുടങ്ങി. എനിക്ക് പുള്ളിയായിട്ടുള്ള ബന്ധം തുടരാൻ പിന്നീട് ബുദ്ധിമുട്ടായി. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പക്ഷെ എന്റെ അമ്മായിയച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയം എനിക്ക് വയസ്സ് 18 ഉള്ളൂ. ഞാനും ഭർത്താവും 3 വയസ്സിന്റെ വ്യത്യാസം. കുറെ നാൾ കഴിഞ്ഞ് അയാളെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ അമ്മായിയച്ഛനോട് കാര്യം പറഞ്ഞു. പപ്പ പറഞ്ഞു, ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നീ എന്നെ വിളിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം വഴക്ക് തുടങ്ങിയപ്പോ ഞാൻ പപ്പയെ വിളിച്ചു. പപ്പ അപ്പൊ തന്നെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാ പപ്പ താമസിക്കുന്ന തറവാട്. പപ്പ വന്നു. ചേട്ടനുമായി ഒന്ന് ഉരസി. പിന്നീട് അവർ തമ്മിൽ ചേരാതെയായി. അന്ന് ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടേയില്ല. പക്ഷേ ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ. ആളിങ്ങനെ നടക്കും. വീടുമായി യാതൊരു ബന്ധമില്ലെങ്കിലും നാട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോയിട്ടില്ല. പിന്നീട് പപ്പയെ ഞങ്ങൾ നോക്കുന്നേ. ഞാൻ വർഷങ്ങളായി തയ്യൽ തന്നെയാ. ചേട്ടൻ പണ്ട് തൊട്ടേ കുടുംബം നോക്കില്ലായിരുന്നു. ഞാൻ വീട് നോക്കുന്നത് ഈ തയ്യൽ വരുമാനം കൊണ്ടാ. അതുകൊണ്ട് അത്യാവശ്യം നാട്ടിലെ പരിചയക്കാരൊക്കെ എന്നെ സഹായിക്കാറുമുണ്ട്. തയ്ക്കാനുള്ളതൊക്കെ കൊണ്ട് തന്നിട്ട്. പപ്പ ചെറിയ കോൺട്രാക്ടറാണേ. അത്യാവശ്യം നല്ല വർക്കൊക്കെ കിട്ടാറുമുണ്ട്. ഞാനും പപ്പയും കൂടി സിസ്റ്റർമാര് വിളിച്ച ഉടനെ കോളേജിലെത്തി. ഞങ്ങളെ അവർ ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ അതാ മോളും മറ്റേ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. മോളെ നോക്കി ഞാൻ ഒന്ന് ചിരിച്ചു. അവളും ചിരിച്ചു. സിസ്റ്റർമാർ ഞങ്ങളോട് എന്തൊക്കെയോ കുറെ പറഞ്ഞു. മോൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്നും പറഞ്ഞു. പപ്പ എല്ലാം സമ്മതിച്ച് തലയാട്ടി. ഞങ്ങൾ പോരുമ്പോ പപ്പ ഡ്രൈവ് ചെയ്യുവാ. കാറിലെ പിൻസീറ്റിലാ ഞാനും മോളും ഇരിക്കുന്നേ. പപ്പ അവളോട് ചോദിച്ചു, മോളു, നിനക്കെന്നാ ഒരു ചെറുക്കനെ പ്രേമിച്ച? ഒരാൺകൊച്ചു മതിയായിരുന്നല്ലോ. എനിക്ക് ചിരി വന്നുപോയി. ഞാൻ അവളെ നോക്കി. പാവം, അവള് തലകുനിച്ചിരിക്കുവാ. ഞാൻ മോളോട് പറഞ്ഞു, പോട്ടെ സാരമില്ലാട്ടോ. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. പപ്പ നിർത്തുന്നില്ല. മോളു, ഇനി ആൺകുട്ടികളെ പ്രേമിച്ചാ മതി കേട്ടോ. പപ്പ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പോഴേക്കും ഞാൻ ഇടപെട്ടു. കൊള്ളാം പപ്പ, നല്ല ഉപദേശമാണല്ലോ. മമ്മി കേൾക്കണ്ട.
പപ്പയും ചിരിച്ചു അന്നേരം. എടി ചാൻസി, നീ അവളോട് ഇതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാനോ? ഇല്ല പപ്പ. മമ്മിയെ പറ്റി പറയാനാണെങ്കിൽ മമ്മി ഭയങ്കര പ്രാർത്ഥനക്കാരിയാ. എല്ലാവരെയും ഉപദേശിക്കും. മമ്മിക്ക് അതിനു വേണ്ടി ഒരു ടീം തന്നെയുണ്ട്, അവരുടെ സെയിം ഏജിലുള്ളത്. ധ്യാനവും മറ്റുമായിട്ടൊക്കെ നടക്കും. ഇങ്ങനെ അവരെല്ലാരും ഉപദേശിക്കുമെങ്കിലും അവരെ ആരും ഉപദേശിക്കരുത്. അതാണ് പുള്ളിക്കാരിയുടെ ലൈൻ. ധ്യാനം, പള്ളി, പ്രാർത്ഥന, ഇത് മൂന്നും ഇല്ലാത്തൊരു പരിപാടിയുമില്ല. അങ്ങനെ പപ്പ എന്നെയും മോളെയും വീട്ടിൽ വിട്ടിട്ട് പോയി. അന്ന് രാത്രി ഞാൻ അവളോട് പറഞ്ഞു, മോള് കിടക്കുന്നതിന് മുന്നേ റൂമിലേക്ക് വരണം കേട്ടോ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അവള് ഫുൾ ടൈം മൊബൈലിലാ, ഹെഡ്സെറ്റും വെച്ച് നടക്കും. ഞാൻ അതിനെ വഴക്കിട്ടപ്പോ അവള് പിന്നെ ഫോണങ്ങ് മാറ്റിവെച്ചു. അന്ന് രാത്രി അവൾ എന്റെ അടുത്ത് റൂമിലേക്ക് വന്ന് സംസാരിച്ചു. മമ്മി, മോള് വന്നോ? വാ, ഇവിടെ ഇരിക്ക്. അവൾ എന്റെ അടുത്ത് വന്ന് കട്ടിലിരുന്നു. മോളു, നിനക്ക് 19 വയസ്സായി, അറിയാമോ? നിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ നിനക്കിപ്പോ അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, സ്വന്തം നിലനിൽപ്പ്, സ്വന്തം വരുമാനം. അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. മോളു, നിനക്ക് എന്ത് പറ്റി? എന്താ നിന്റെ പ്രശ്നം? എന്തുണ്ടെങ്കിലും അമ്മയോട് പറയണം കേട്ടോ. നിനക്ക് ആൺകുട്ടികളോട് താല്പര്യമില്ലേ? ഞാൻ അവളോട് ചേർന്നിരുന്നു. അങ്ങനെയല്ല മമ്മി, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയാ, ആൺകുട്ടികൾ ചതിക്കും മമ്മി. ഞാനൊന്ന് ചിരിച്ചു. എന്നാ പറ്റി നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നാൻ? അതോ, മമ്മിയുടെ കാര്യം തന്നെ എടുക്കാലോ. പപ്പ ഇപ്പൊ മമ്മിയിട്ട് പോയില്ലേ? മമ്മിയും പപ്പയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? അതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഒരാണിനെ വിശ്വസിക്കും? അതുമാത്രല്ല, പുറത്തിറങ്ങിയാൽ എന്തുമാത്രം ആണുങ്ങളെ മമ്മിയുടെ അടുത്ത് കൊഞ്ചാൻ വരുന്നേ. അവർക്കൊക്കെയും ഭാര്യമാരുണ്ടല്ലോ, എന്നിട്ടും അവര് മമ്മിയുടെ അടുത്തേക്ക് വരുന്നില്ലേ? എനിക്ക് പേടിയാ മമ്മി. മോളു, മമ്മി പറയട്ടെ, നമ്മുടെ സേഫ്റ്റി നോക്കി എന്ത് ചെയ്താലും പ്രശ്നമില്ല. നമുക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എന്തും ആവാം. അപ്പൊ മമ്മിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ മമ്മി ചെയ്യാറുണ്ടോ? ഞാൻ ചിരിച്ചു. പിന്നെന്താ, നമുക്ക് വിശ്വാസമുള്ളവർ, ഞാൻ ഉറച്ചു പറയുക, നമുക്ക് അത്രയും വിശ്വസിച്ച് ബോധ്യപ്പെട്ടവർ മാത്രമാണെങ്കിൽ പേടിക്കാനില്ല. അത് മമ്മി, ഞാനും അവളും പരസ്പരം തമാശയ്ക്ക് ഓരോന്ന് തുടങ്ങിയതാ. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് വല്ലാത്ത ത്രില്ലായി. പിന്നെ നല്ല സംതൃപ്തിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെയൊന്നും അന്വേഷിക്കാൻ പോവാൻ ഞങ്ങൾ തീരുമാനിച്ചതേയില്ല. മോളു, ഞാൻ എന്നോട് ചോദിക്കാം, നിനക്ക് ആണുങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ? നീ മനസ്സിരുത്തിയൊന്ന് ആലോചിച്ചിട്ട് പറ. ഉണ്ട് മമ്മി, പക്ഷെ അവർ ചതിച്ചാലോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെയോ? ഓക്കെ മോളെ, ഞാൻ പറയട്ടെ, എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല. നിന്റെ പപ്പയെ പോലെ ആവണമെന്നില്ല എല്ലാവരും. അതുകൊണ്ട് എന്റെ മോള് കുറച്ചു പേരോട് ഇടപഴകി നോക്ക്, അപ്പോ അറിയാം കേട്ടോ. അത് മാത്രല്ല, ഇങ്ങനൊരു പേടി നീ ചെറുപ്പത്തിലെ മനസ്സിൽ വെച്ചാ വലുതാവുമ്പോഴും നിനക്കതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാവരോടും ഫ്രീ ആയി ഇടപഴകണം. വിശ്വസിക്കാൻ പറ്റുന്നവരും അല്ലാത്തവരെയും ഒക്കെ നിനക്ക് തന്നെ വേർതിരിച്ചറിയാവുന്ന രീതിയിൽ നീ ബന്ധമുണ്ടാക്കിയെടുക്കണം. ഓക്കെ അല്ലേ? പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും മമ്മിയോട് ചോദിക്കാം. നിന്റെ എല്ലാ കാര്യത്തിനും മമ്മി കൂട്ടുണ്ടാവും കേട്ടോ. അവൾക്കത് കേട്ട് ഒത്തിരി സന്തോഷമായി. മമ്മി, താങ്ക് യു സോ മച്ച്. അവിടെ ഹോസ്റ്റലിലും കോളേജിലും എല്ലാവരും എന്നെ വഴക്ക് പറയായിരുന്നു. മമ്മിയും വഴക്ക് പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ മമ്മി ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഓക്കേടാ, മമ്മി ഇവിടെ തന്നെയുണ്ട് എന്റെ മോളുടെ കൂട്ടിന്. മോളെ പോയി കിടന്ന് സമാധാനത്തിൽ ഉറങ്ങിക്കോ. പിന്നെ നിന്റെ മറ്റേ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളോടുള്ള കൂട്ടൊന്നും വിടാൻ ഞാൻ പറയില്ല. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എപ്പോഴും. നന്നായി തന്നെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതൊരു തടസ്സമാവരുതെന്ന് മാത്രം. മമ്മി പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? യെസ് മമ്മി, എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ എന്നോട് എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു. കൂടുതൽ അകൽച്ച കുറഞ്ഞു വന്നു. നല്ല സൗഹൃദമായി. ഒരു ലിമിറ്റുമില്ലാതെ പരസ്പരം എല്ലാം സംസാരിക്കുന്ന അവസ്ഥയിലെത്തി. അവൾ എന്നെ മറ്റേ പെൺകുട്ടിയെയും പരിചയപ്പെടുത്തി. അതും ഒരു പാവം കുട്ടിയാ. ഇവർക്കൊക്കെ പ്രായത്തിന്റെ ഏതോ ഒരു തോന്നലിൽ സംഭവിച്ചു പോയതാണിതെല്ലാം. ഞാൻ അവളോടും ഒരുപാട് സംസാരിച്ചു. എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ 3 പേരും
നല്ല സൗഹൃദത്തിലായി. പിറ്റേ ദിവസം മുതലിടയ്ക്ക് പപ്പ വീട്ടിൽ വരും. പപ്പ എന്ന് പറഞ്ഞാൽ അവളുടെ മുത്തശ്ശൻ, എന്റെ അമ്മായിയച്ഛൻ. ഒരുപാട് അടുത്ത് ഇടപെടക്കാൻ തുടങ്ങി പുള്ളി മോളുടെ അടുത്ത്. ഒരാഴ്ചത്തെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞ് മമ്മി മോനെയും കൊണ്ടുപോയി. ഞാനും മോളും മാത്രമേ വീട്ടിലുള്ളൂ. തറവാട്ടിൽ പപ്പ മാത്രം. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പപ്പ വരാൻ തുടങ്ങി. ഒരു ദിവസം കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിന്ന് ഒരു ചക്ക വെട്ടിത്തരാൻ ഞാൻ പപ്പയോട് പറഞ്ഞു. മോളെ ജാൻസി, ഇപ്പൊ തന്നെ വേണോ? അതെ പപ്പ, അത് മൂത്തല്ലോ, അതൊന്ന് ഇട്ടു തരാവോ? അതോ, വേണോ? അത് വൈകിട്ട് പോരെ? അല്ല പപ്പ, ഇപ്പൊ തന്നെ വേണം, എന്നാലേ അത് നന്നാക്കി വെക്കാൻ പറ്റുള്ളൂ. പപ്പ, ചക്ക നന്നാക്കാൻ താമസമല്ലേ? അപ്പോഴേക്കും മോൾ ഇടപെട്ടു. പപ്പ വൈകിട്ട് കോഴി വാങ്ങോ? കോഴിക്കറിയും ചക്കയും സൂപ്പറായിരിക്കും. ഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കയറിയേക്കാം. പപ്പ മുണ്ടും മടക്കി കുത്തി ചിരിച്ചങ്ങ് ഇറങ്ങി. ഒരു ഏണിയെടുത്ത് പ്ലാവില് ചാരി. ഞാനും മോള് ഏണിയിൽ സപ്പോർട്ടിനൊന്ന് പിടിച്ചു. പപ്പ പതുക്കെ ഏണിയിൽ കയറാൻ തുടങ്ങി. ഇടയ്ക്ക് എന്നെ നോക്കി. എടി ജാൻസി, ഏണിയിൽ നല്ലതുപോലെ പിടിച്ചോണം, എനിക്ക് പേടിയാ കേട്ടോ. ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, പപ്പ ധൈര്യമായിട്ട് കയറിക്കോ. പപ്പ കുറച്ച് മുകളിലെത്തിയപ്പോഴേക്കും അവിടെ നിന്ന് താഴേക്ക് നോക്കി. പപ്പ താഴേക്ക് നോക്കുമ്പോ എന്താ കാണുന്ന കാഴ്ചയെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഒരു നൈറ്റിയാ ഞാൻ ഇട്ടിരിക്കുന്നേ. പപ്പ എന്നെ നോക്കി കൊതിവെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടു. പപ്പ എന്നെ ഇങ്ങനെ നോക്കിയപ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ. കുറച്ച് മുകളിലെത്തിയപ്പോ ചക്ക കിടക്കുന്ന കവരയിലേക്ക് പപ്പ നന്നായി അങ്ങ് കയറി നിന്നു. ഞാനും മോളും മുകളിലേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച, പപ്പ അവിടെ എന്തൊക്കെയോ ആട്ടിക്കൊണ്ടാ നിൽക്കുന്നേ. ഷോ, എന്നെ പോലെ തന്നെ മോൾക്ക് നാണം വന്നു. പപ്പ താഴേക്ക് നോക്കുമ്പോ ഞങ്ങൾ രണ്ടാളും ചിരിക്കുവാ. എന്താടി രണ്ടും ചിരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. സൂക്ഷിക്കണം കേട്ടോ, നല്ല ബലത്തിൽ ഏണി പിടിക്കണേ. ഏയ് ഇല്ല പപ്പ, പേടിക്കാനില്ല, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോളെന്നെ നോക്കി പറഞ്ഞു, മമ്മി നോക്കിയേ, അത് കണ്ടോ? ചുമ്മാ ഇരിക്കും മോളു, അങ്ങനെയൊന്നും പറയല്ലേ. അല്ല മമ്മി, കണ്ട പിന്നെ എങ്ങനെയാ പറയാതിരിക്കാ? കണ്ടപ്പോ തന്നെ മമ്മിക്ക് എന്തൊക്കെയോ തോന്നിയില്ലേ? ഹേ, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ ലിൻസി, അങ്ങനെയൊന്നുമില്ല. പോ മമ്മി, മമ്മി നോണ പറയണ്ട. മമ്മിയുടെ മുഖം കണ്ടാൽ അറിയാലോ, മുഖമൊക്കെ ആകെ ചുവന്ന് തൊടുത്തു. സത്യത്തിൽ എനിക്ക് ആ കാഴ്ച കണ്ടപ്പോ വല്ലാതെ എന്തൊക്കെയോ തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ മോളോടത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവളോടത് പറഞ്ഞില്ല. പിന്നീട് പപ്പയെപ്പറ്റി പറഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ട്. എന്നും വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ഒട്ടും പ്രായം തോന്നിക്കില്ല. എന്നെയും പപ്പയും കൂടെ കണ്ടാൽ ഭാര്യയും ഭർത്താവാണെന്നേ പറയുള്ളൂ. പപ്പ ചക്ക വെട്ടി താഴേക്കിട്ടു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി. മക്കളെ, ഞാൻ കോഴി വാങ്ങിച്ചു വരാം, നിങ്ങളിതൊക്കെ റെഡിയാക്കിട്ടോ. ഞാനും മോളും ചക്കയൊരുക്കി നല്ല ക്ലീനാക്കി അങ്ങ് പുഴുങ്ങിയെടുത്തു. കറി വയ്ക്കുമ്പോഴേക്കും മോള് പപ്പയുടെ കൂടെയാ. അവർ ഹാളിലിരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു, തമാശ പറയുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ പപ്പയും മോളും എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ലിൻസി മോള് പപ്പയുടെ അടുത്തായിരിക്കുന്നേ, ആളുടെ മടിയിൽ. എടി, ഇങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നേ, പപ്പയ്ക്ക് ശ്വാസം മുട്ടും, പ്രായമുള്ളതാ, നീ മാറിയിരിക്കേ. ഒന്ന് പോ മമ്മി, പപ്പ നല്ല സ്ട്രോങ്ങാ. ഞാനിരുന്നാലേ പപ്പയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഉണ്ട് പപ്പ, എനിക്ക് എന്നാ പ്രശ്നം മോളൂ? നീ അങ്ങനെ നിന്റെ മമ്മിക്ക് പറഞ്ഞു കൊടുക്ക്. ലിൻസി അപ്പ പറയുവാ, പപ്പ ഒരു കാര്യം പറയട്ടെ, മമ്മിക്കും ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കണം, അതിനു വേണ്ടിട്ടാ. ആണോടി മോളെ? ലിൻസി മോള് പറഞ്ഞത് നേരാണോ? എടി ജാൻസി, നിനക്ക് വിരിക്കണോ? എങ്കിൽ ഇങ്ങോട്ടേക്ക് വാ. ശോ, ഈ പപ്പയുടെ കാര്യം ചുമ്മാ ഇരിക്കും പപ്പ. മോൾ എന്തേലും പറഞ്ഞെന്ന് വെച്ച് പോടി കാന്താരി, ഞാൻ ലിൻസിയെ വിളിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അവർ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റു. പപ്പയുടെ മുന്നിലെ ആ കൂടാരം ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. എന്റെ ആ നോട്ടം കണ്ടപ്പോ തന്നെ പപ്പ തിരിച്ചെന്നെ നോക്കി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഫേസ് ടു ഫേസ് നോക്കാൻ പറ്റാത്ത രീതിയിൽ തലകുനിച്ചു നിന്നുപോയി, നാണം കൊണ്ട്. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇതൊക്കെ തന്നെയാണ് നടന്നിരുന്നത്. മോളാണെന്നുണ്ടെങ്കിൽ എന്നെയും പപ്പയും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ലിൻസി മോളെ, ചുമ്മാ ഇരിക്കുക കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. എനിക്കറിയാം മമ്മി, മമ്മി ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ പപ്പ മമ്മിയുടെ അടുത്തുനിന്ന് പോയിട്ട്
വർഷം 3 അതിലും മുന്നേ പപ്പയും മമ്മിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയല്ലേ വീട്ടിൽ ജീവിച്ചിരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മമ്മിക്ക് ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവുമെന്ന്. മമ്മി, ഞാനൊരു കാര്യം പറയട്ടെ? പറയടി. നമ്മുടെ അപ്പൂപ്പനാ, മമ്മിക്ക് വിശ്വസിക്കാം. എനിക്കും ഇതല്ലാത്ത വേറെ നല്ല ഐഡിയ ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ ലിൻസി മോളെ, എന്തൊക്കെയാ പറയുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? അരുതാത്തൊന്നും പറഞ്ഞൂടാട്ടോ. നിന്റെ അപ്പൂപ്പനത്. ഞങ്ങളുടെ ഈ സംസാരം പപ്പ കേൾക്കുന്നുണ്ടായിരുന്നു. പപ്പ പെട്ടെന്ന് മുറിയിലേക്ക് വന്നു. എന്താ ഇവിടെ? അമ്മയും മോളും തമ്മിലൊരു കിന്നാരം. അതോ പപ്പ, ഈ ജാൻസി മമ്മി പറയുവാണേ മമ്മിക്ക് ഞാൻ ഇരുന്ന പോലെ തന്നെ ഇരിക്കണമെന്നോ. അതിനെന്താ, നീ സോഫയിലേക്ക് വാ, ഞാൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലിൻസി എന്നെ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പലതും ഉണർന്നു. ഞാനൊരു സ്ത്രീയാണെന്നുള്ള തിരിച്ചറിവ് തന്നെ എനിക്കിപ്പോഴാ കിട്ടിയിരിക്കുന്നേ. പുറത്ത് നല്ല മഴ. പപ്പ ഇവിടെ യാതൊരു മടിയില്ലാതെ എന്നെ എന്റെ മോളെയും അമ്മാനെ മണൻ തുടങ്ങിയിരുന്നു. ഓരോ പുതിയ അനുഭവമായിരുന്നു ലിൻസി മോൾക്ക്. കാരണം അവൾക്കിതൊന്നും പരിചയമില്ലല്ലോ. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇത്രയും കാലം ഉള്ളിലൊതുക്കി വെച്ചിരുന്ന സകല കൊതിക്കും പപ്പ എനിക്ക് അറുതി വരുത്തി തന്നു. പപ്പയോട് സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു പപ്പ എന്ന് ഞാൻ പറഞ്ഞപ്പോ പപ്പ ചിരിച്ചു. എടി മോളെ, ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലൊരു സുന്ദരിയെ കളഞ്ഞ എന്റെ മോനുണ്ടല്ലോ, അവനൊരു പൊട്ടനാ. ഞാനപ്പോ ചിരിച്ചുപോയി. പപ്പ, അങ്ങനെയൊന്നും പറയണ്ട. മോൻ പൊട്ടനായോണ്ട് പപ്പയ്ക്ക് ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പപ്പയ്ക്ക് എന്നെ കിട്ടിയില്ലേ, എനിക്ക് പപ്പയെയും. പിന്നെന്നാ? എടീ, നീ നല്ല മിടുക്കിയാണല്ലോ. നീ മാത്രല്ല കേട്ടോ, നിന്റെ മോളും. അത് പിന്നെ അവൾ എന്റെ അല്ലേ പപ്പ, തീരെ മോശാവില്ലല്ലോ. പപ്പ പിന്നീട് ലിൻസിമോളുടെ അടുത്തേക്ക് ചെന്നു. അവളെയും പപ്പ സ്വർഗം കാണിച്ചു എന്ന് പറഞ്ഞാ മതി. മുത്തശ്ശനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചോ അതിനപ്പുറം പപ്പ ചെയ്തു കൊടുത്തു. എന്റെ അടുത്തും വ്യത്യസ്തമായിരുന്നില്ല. പപ്പയോട് ഞാൻ പറഞ്ഞു, മമ്മി വരുന്നത് വരെ മാത്രമായി പോവോ ഇതൊക്കെ, അതോ എന്നും വരുമോ? നീ പേടിക്കണ്ട ജാൻസി, ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഇല്ലേ. നിനക്ക് ആഗ്രഹവും ആവശ്യവും ഉള്ളപ്പോ വിളിച്ചാ മതി. അത് മാത്രല്ല, എനിക്കതുപോലെ ആഗ്രഹവും ആവശ്യമുള്ളപ്പോ ഞാനും വരും. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ടാ? പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്നും ഇവിടെ കാത്തിരിക്കും. പപ്പയുടെയും ലിൻസി മോളുടെയും എന്റെയും മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു അത്. ഒരുപാട് കാര്യങ്ങളുടെ തുടക്കം കുറിച്ച ദിവസവും.